ഇപ്പോൾ പബ്ലിഷ് ചെയ്ത 2 സ്ഥാനാർത്ഥി പട്ടികയും ഞാൻ നോക്കി. വളരെ ദയനീയമാണ്. കോൺഗ്രസിൻ്റെ കോട്ട കൊത്തളങ്ങളിൽ പോലും നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് കാഞ്ഞിരപ്പള്ളി സ്ഥാനാർത്ഥി. ഒരു ബുദ്ധിജീവിയാണ്. കാഞ്ഞിരപ്പള്ളി കോളേജിലെ പ്രൊഫസറാണ്. ബുദ്ധിജീവികളൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എതിർഭാഗത്ത് വളരെ ശക്തനായ സ്ഥാനാർത്ഥിയാണ്. നമ്മുടെ ചമ്പക്കര കുറുപ്പിൻ്റെ മകനാണ് ഡോക്ടർ ജയരാജ്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ നിൽക്കാനായിട്ട് ഒരു കോളേജ് പ്രൊഫസർ മതിയാവും. മറ്റേ പുള്ളി പ്രൊഫസറായിരുന്നു, അത് വേറെ പുതുമുഖമാണ്. പൂഞ്ഞാർ സ്ഥാനാർത്ഥിയുടെ കാര്യം അതിൽ കഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന പഞ്ചായത്തിന് പുറത്ത് ആരും അദ്ദേഹത്തെ അറിയില്ല. എങ്ങനെയൊക്കെ പുള്ളി സ്ഥാനാർത്ഥിയായിട്ട് വന്നു നമുക്ക് ആർക്കും അറിയില്ല. ഇതാണ് സാഹചര്യം. മറ്റ് പല സ്ഥലങ്ങളിലും ഇതൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അത് യു പിയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അതുപോലെയല്ല ഇവിടെ. ഇത് പാർട്ടി സംവിധാനത്തെ, സംഘടനയെ ബാധിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് പോയിരിക്കും. അതുപോലെ തീരെ അപ്രാപ്തരായ ആളുകൾ സ്ഥാനാർത്ഥികളായിട്ട് വന്നാൽ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാവുന്ന ഒരു അപകടം. കാര്യം വലിയ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. പക്ഷേ ആൻറ്റി ഇൻകംബൻസി ആർക്കെതിരായിട്ടുള്ളത്? സംസ്ഥാന സർക്കാരിനെതിരായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരായിട്ടാണ്. നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തെ MLA യോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു വിരോധം തോന്നേണ്ട ആവശ്യമില്ല. MLA കൊണ്ട് കഴിയുന്നതിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സിറ്റിംഗ് MLA മാർക്ക് എല്ലാ സീറ്റും കൊടുത്തിരിക്കുകയാണ് CPM. അവരവിടെ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഒരു സ്ട്രോങ് വിക്കറ്റിലാണ് LDFിൻ്റെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത്. നേരെ മറിച്ച് UDFിൻ്റെ സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വളരെ വഴുതുന്ന ഒരു പ്രതലത്തിലാണ് നിൽക്കുന്നത്. അവർക്ക് ഒരേ സമയത്ത് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, അതോടൊപ്പം കടന്നാക്രമിക്കുകയും ചെയ്യണം. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഈ മെച്ചപ്പെട്ട സീറ്റുകളിൽ മോശപ്പെട്ട സ്ഥാനാർത്ഥികൾ വരുന്നതിൻ്റെ കുഴപ്പം. ഞാൻ നേരത്തെ പറഞ്ഞ കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ പൂഞ്ഞാർ, അതുമല്ലെങ്കിൽ UDFിന് വലിയ മേൽക്കോയ്മയുള്ള സ്ഥലമില്ല. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലെ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ റാന്നിയിലെ സ്ഥാനാർത്ഥി, അടൂർ മണ്ഡലത്തിൽ പുതുതായിട്ട് വന്നിട്ടുള്ള സ്ഥാനാർത്ഥി, ഇവരുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇവരെത്ര ആളുകൾ അറിയും ഈ നാട്ടിൽ? ഇതാണ് സ്ഥിതി. അപ്പോൾ ഇതൊക്കെ ഓരോ വീതവെപ്പിൻ്റെ ഭാഗമായിട്ട് സതീശൻ കുറേ ആളുകൾ കൊടുക്കും, രമേശ് വേറെ കുറച്ച് ആൾക്കാരും, KPC പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചില പേരുകൾ എടുക്കും. ഇതെല്ലാം കഴിയുമ്പോൾ ആകെ കൺഫ്യൂഷനിൽ ചെന്ന് അവസാനിക്കും. ഇതാണ് സംഭവം. നടന്ന കാര്യം ഇത്ര തന്നെ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഒരു സാഹചര്യം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ നേരത്തെ കരുതിയിരുന്ന ഒരു എഡ്ജ് അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം പറയാൻ സാധിക്കുമെങ്കിലും ഈ ശേഷിക്കുന്ന 3 ആഴ്ച അത് വളരെ നിർണായകമായിരിക്കും അങ്ങനെയെങ്കിൽ. അപ്പോൾ അവിടെ VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ ലീഡിംഗ് കപ്പാസിറ്റി, ഒപ്പം തന്നെ K സുധാകരൻ്റെ സഹകരണം, അത്തരത്തിലുള്ള ഒട്ടേറെ ഫാക്ടേഴ്സ് ഇനി അങ്ങോട്ട് UDFിൻ്റെ ജയസാധ്യതയെ സ്വാധീനിക്കുന്ന വലിയ ഘടകങ്ങളായി നിൽക്കും, അല്ലേ സാർ? തീർച്ചയായിട്ടും അതാണ് ഇനിയുള്ള ദിവസങ്ങൾ. ഓരോ ദിവസവും എണ്ണപ്പെട്ടതാണ്. കോൺഗ്രസിൻ്റെ ഇനീഷ്യലായിട്ടുണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ ഈ വിവാദത്തിന് ശേഷം വല്ലാതെ മങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ കൊണ്ട് LDF പരാജയപ്പെടും. UDF ബൈ ഡിഫോൾട്ട് വിജയിക്കും. UDFിൻ്റെ മേൽമോട്ടല്ല, LDFിൻ്റെ പരാജയം കൊണ്ട് ഇവർ വിജയിക്കും. അപ്പോൾ ആ ഘട്ടത്തിൽ പിന്നെ എന്തുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്.